വാർത്തകളിലേക്ക് തിരികെ. കോഴിക്കോട് റെയിൽവേ ട്രാക്കിലെ വിദ്യാർത്ഥികളുടെ റീൽസ് ചിത്രീകരണത്തിൽ കേസെടുത്ത് RPF. 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് റെയിൽവേ ആക്ട് പ്രകാരം കേസെടുത്തത്. CH ഫ്ലൈ ഓവറിന് താഴെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ റെയിൽവേ ട്രാക്കിൽ വെച്ച് റീൽസ് ചിത്രീകരണം നടത്തിയത്. വിവരങ്ങൾ ദിസ്ന സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. ദിസ്ന, റെയിൽവേ ആക്ട് പ്രകാരം ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തുവെന്ന് അറിയാൻ സാധിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പറയൂ. ഗൗതം, കഴിഞ്ഞ ദിവസം CH ഓവർബ്രിഡ്ജിന് താഴെ വെച്ചാണ് വിദ്യാർത്ഥികൾ ഫോട്ടോഷൂട്ട് നടത്തിയത്. ഈ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ RPF കേസെടുത്തിട്ടുള്ളത്. റെയിൽവേ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന വ്യാപാരികൾ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അതുവഴി കടന്നുപോയ ഒരാളാണ് ഇത്തരത്തിൽ ഇവർ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ചിത്രീകരിക്കുകയായിരുന്നു. ഇത് ചിത്രീകരിക്കുന്നത് കണ്ടതോടുകൂടി കുട്ടികൾ പിന്നീട് പിന്മാറുകയായിരുന്നു. എന്തായാലും ഇവരിപ്പോൾ ക്ഷമ ചോദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തരുതെന്നും ഇതുപോലെ ഇനി ആരും ആവർത്തിക്കരുത് എന്ന ക്ഷമ ചോദിച്ചുള്ള ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗൗതം, 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. റീൽസ് ചിത്രീകരണമൊക്കെ നല്ലതാണ്, പക്ഷേ സ്വയം ദുരന്തം വരുത്തിവെക്കുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. കോഴിക്കോട് നിന്നും ഈ വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത് ദിസ്ന സുരേഷ്. അധികൃതരുടെ അനാസ്ഥ മൂലം 1.5 വർഷമായി വൈദ്യുതിയില്ലാതെ ഇരുട്ടിലായിരുന്ന വനവാസി കുടുംബത്തിന് വെളിച്ചം പകർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ മറ്റത്തൂർ കരിക്കടവ് കോളനിയിലെ ശിവനും കുടുംബത്തിനുമാണ് അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ 60,000 രൂപയോളം വരുന്ന വൈദ്യുതി കുടിശ്ശിക സ്വന്തം കയ്യിൽ നിന്നും അടച്ച് സുരേഷ് ഗോപി ആശ്വാസം പകർന്നത്. കേന്ദ്രമന്ത്രിക്ക് ഒരുപാട് നന്ദിയെന്ന് കുടുംബം പ്രതികരിക്കുന്നു. തൃശൂർ കാരിക്കടവ് കോളനിയിൽ വനവാസി ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു കോളനിയാണ്. ആ കോളനിയിലാണ് 1.5 വർഷമായിട്ട് വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലോടുകൂടെ അവിടെ വൈദ്യുതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വലിയ സന്തോഷത്തിലാണ് ഈ കോളനിയിലെ ആളുകൾ. കോളനിയിലെ മൂപ്പൻ ചേരുന്നുണ്ട്. എന്തായിരുന്നു ഇവിടെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്? 1.5 വർഷമായിട്ട് ഇവിടെ കറണ്ട് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം മാക്സിക്കോപ്സ് സംഘടനയാണ് ഞങ്ങൾക്ക് ഈ കറണ്ട് തന്നിരുന്നത്. എൻ്റെ അനിയൻചക്കൻ്റെ വീട്ടിൽ നിന്നാണ് ഈ കറണ്ട് എടുത്തുകൊണ്ടിരുന്നത് മോട്ടർ അടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അനിയൻചക്കൻ്റെ വീട്ടിലെ കറണ്ടും ഈ മോട്ടറിലെ കറണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ കുടിശ്ശിക കൂടി വന്നതിൻ്റെ പേരിൽ അവർ പിന്നെ ശ്രദ്ധിക്കാണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്രയും വർഷങ്ങളും ഈ ഒരു 1.5 കൊല്ലം വരെ കറണ്ട് അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ആയി വന്നത്. അതിപ്പോൾ 60,000 വന്നിട്ടുണ്ടായിരുന്നു കുടിശ്ശിക അടക്കം. അത് ഇന്നലെയാണ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കിട്ടിയ ഞങ്ങൾക്ക്. സുരേഷ് ഗോപിയുടെ ഒരു ആളുടെ ഒരു സഹായം കൊണ്ട് എൻ്റെ അനിയൻചക്കൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടാൻ കാരണം. ഇത്രയും നാൾ അല്ല ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ശരി തന്നെയാണ്. ആ വീട്ടിൽ കറണ്ട് ഇല്ലാണ്ട് ഇപ്പോൾ KSB ഒന്ന് മീറ്റർ അടിച്ച് കൊണ്ടുപോയി. അതവർ ചെയ്തു. പിന്നെ മെഴുതിരി വെളിച്ചത്തിൻ്റെ പിന്നെ റേഷൻ കടന്ന് ഇപ്പോൾ മണ്ണാൻ കിട്ടാറില്ലല്ലോ. അതിൻ്റെ പേരിൽ ഇത്രയും വർഷം വരെ മെഴുതിരിയുടെ വെളിച്ചത്തിലാണ് എൻ്റെ അനിയൻചക്കനും കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഇത്രയും കാലം വിളിച്ചില്ല. വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിളിച്ചില്ലാത്ത വേറെ ബുദ്ധിമുട്ടില്ല. വിഷമിച്ച് പോയി. സുരേഷ് ഗോപി സാറാണ് ഞങ്ങൾക്ക് അതിനിപ്പോൾ ഒരു ഇത് സന്തോഷമായി. എന്താണ് ഇവരെ ഇത്രയും കാലം ഇവരെ ഒരു തിരിഞ്ഞു നോക്ക് പോലും ചെയ്യാതിരിക്കുകയായിരുന്നു അല്ലേ? ഒരു 1.5 വർഷമൊക്കെ വൈദ്യുതി ഇല്ലാതെ അത് അവരുടെ കാരണം കൊണ്ട് കൂടെ അല്ല. കുടിവെള്ള പദ്ധതിയുടെ പേരിൽ നേരത്തെ ഊരുമൂപ്പൻ സൂചിപ്പിച്ച പോലെ അവർ തന്നെ തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാവപ്പെട്ട ശിവൻ ബിന്ദു ദമ്പതികളുടെ വീട്ടിൽ നിന്ന് കറണ്ട് എടുക്കാൻ ആളുകൾ തയ്യാറായത്. പക്ഷേ ആ കറണ്ട് എടുത്ത് കുടിശ്ശിക വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലമായി വെളിച്ചമില്ലാതിരുന്ന ഈ വാർത്ത ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്ത സമയത്ത് ഉടനെ തന്നെ കേന്ദ്രമന്ത്രി ഇടപെടുകയും അദ്ദേഹം തന്നെ നേരിട്ട് ആ പൈസ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് KSBയിൽ കൊണ്ട് അടയ്ക്കാൻ തയ്യാറായത്. മിനിഞ്ഞാന്ന് അടച്ചു. ഇന്നലെ കറണ്ട് കണക്ഷൻ കൊടുത്തു. ഉന്നത കുലജാതനെന്ന് ആക്ഷേപിക്കുന്ന ആളുകൾക്കുള്ള ഏറെ മറുപടിയാണ് ഇന്ന് ഈ മലയ സമുദായത്തിൽപ്പെട്ട ഈ കോളനിയിൽ 1.5 വർഷക്കാലമായി ആരും തിരിഞ്ഞു നോക്കാത്ത ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം അദ്ദേഹം നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നുള്ള അധ്വാനിക്കുന്ന പൈസയാണ് അദ്ദേഹം അടച്ച് ഇന്നിവർക്ക് വെളിച്ചം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ മേഖലയിലെ മൂപ്പൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മേഖലയിലെ ഉന്നതിക്ക് വേണ്ടി ഈ മേഖലയിലെ ഇവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുമെന്ന് പറഞ്ഞ സമയത്ത് അതിന്
മതിയായ പരിഹാരമുണ്ടാക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ്, സ്വന്തം കൃഷിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വനവാസി ജനങ്ങളുടെ അവരുടെ വലിയ ബുദ്ധിമുട്ടായിരുന്നു 1.5 വർഷക്കാലമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടിനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പരിഹാരം ആക്കി കൊടുത്തിരിക്കുന്നത്.